എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ PR ടീം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് എന്നെ എന്ത് വേണോ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്ത് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറോ താങ്കളുടെ പാർഷ്യാലിറ്റി, താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട്. ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ച് ഫോളോ ചെയ്യുന്ന എനിക്കും പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ജാസ്മിന് ഒരുപാട് പാർഷ്യാലിറ്റി അവിടെ ചെയ്യുന്നുണ്ടെന്ന് പലപ്പോഴും ഉണ്ട്. പല കാര്യങ്ങൾക്കും വെറുതെ ലാഘവത്തോടു കൂടി വിടുന്നതായിട്ട് മറ്റു പലരും അതേ തെറ്റുകൾ ചെയ്യുമ്പോൾ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നതായിട്ട് പല സമയത്തൊക്കെ എനിക്ക് തോന്നാം. ഈ ജബ്രി ഔട്ട് ആയതിനു ശേഷം ജാസ്മിന്റെ അവിടുത്തെ ഒരു കളി ഇച്ചിരി സേഫ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഗെയിമറുടെ ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഈ ജാസ്മിൻ ചിലപ്പോൾ തോന്നിക്കാണ് നമ്മുടെ പഴയ സീസണിൽ നമ്മുടെ റോബിൻ ഔട്ടായി കഴിഞ്ഞാൽ ദിൽഷയെ റോബിൻ പുറത്തുനിന്ന് PR വർക്ക്സ് ഒക്കെ നടത്തി കുറച്ച് അവന്റെ ഫാൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വോട്ടോ കയറ്റി കുറെ ജയിച്ചല്ല. ചിലപ്പോൾ ആ ഒരു ചിന്ത വെച്ചിട്ടായിരിക്കും പുറത്ത് കിടന്ന് ഈ കളി കളിക്കുന്നത്. എന്തായാലും എന്ത് കളി കളിച്ചെന്ന് പറഞ്ഞാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഗെയിം യഥാർത്ഥത്തിൽ നല്ലവണ്ണം ഗെയിം കളിക്കുന്നവന് മാത്രമേ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാവത്തുള്ളൂ, അവർ മാത്രമേ ജയിക്കത്തുള്ളൂ.